നമസ്കാരം. ഞാൻ കലാശാല മുരളി. നമ്മുടെ ചാനലിലെ നാടകവും ജീവിതവും എന്ന പരമ്പരയുടെ 3-ാം ഭാഗമാണ് ഇന്ന്. കഴിഞ്ഞ 2 ഭാഗങ്ങളിലും എന്നോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള പ്രതികരണമാണ് ആളുകളിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാടകത്തെ എത്രമാത്രം ആളുകൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് അത്ഭുതത്തോടു കൂടിയാണ് നമുക്ക് വീക്ഷിക്കാൻ കഴിയുന്നത്. എല്ലാവരും തന്നെ നല്ല സന്തോഷത്തോടു കൂടിയാണ് അഭിപ്രായങ്ങളൊക്കെയും അറിയിച്ചത്. അപ്പം നമുക്ക് അടുത്ത പരമ്പര ചെയ്യുമ്പോഴും നമുക്കതിനൊരു ആവേശം ഉണ്ടാകും. കാരണം ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ നമ്മളുടെ ഈ പരിപാടി എന്നുള്ളത്. കാരണം ഞാൻ നാടക ഫീൽഡിലേക്ക് വന്ന സംഭവങ്ങളൊക്കെയും പച്ചയായി തന്നെയാണ് നമ്മൾ പറയുന്നത്. ഒരു കള്ളത്തരവും അതിനകത്ത് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇപ്പം എന്നെ വിളിച്ചു പറഞ്ഞവരുടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ തുടർന്ന് കാര്യങ്ങളൊക്കെ പറയുന്നത്. അവർക്കൊക്കെയും വളരെ ഇഷ്ടപ്പെട്ടു. പഴയ കാര്യങ്ങൾ, പഴയ ഓർമ്മകളിലേക്ക് ഞാൻ ചില നാടകങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തിയപ്പോൾ അതിലെ പല ഡയലോഗുകളും അവർ ഓർത്തിരിക്കുന്നതായിട്ട് കണ്ടത് എനിക്ക് വളരെ അത്ഭുതം തോന്നി. നമ്മൾ പറഞ്ഞു വെച്ചത്, ഞാൻ ആകാശവാണിയിൽ നിന്നും ആലപ്പി തിയേറ്റേഴ്സിലേക്ക് വരുന്ന അവിടെ ആ സംഭവം വരെയാണ് നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയത്. അപ്പോൾ അതിന് മുമ്പ് 1-2 കാര്യം കൂടി, അതിനുശേഷം ആലപ്പി തിയേറ്റേഴ്സിലെ, അതായത് ഞാൻ പ്രൊഫഷണൽ നാടകവേദിയിലേക്ക് വരുന്ന അവിടെ തൊട്ടുള്ള കാര്യങ്ങളാണ് ഇനിയും പറയാനുള്ളത്. പക്ഷേ അതിന് മുമ്പ് 1-2 കാര്യം കൂടി പറയാൻ ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, എന്തിന് പ്രൊഫഷണൽ ഒരു നാടകവേദിയിലേക്ക് ഒരു നല്ല ജോലി കളഞ്ഞിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചു എന്ന സംഭവം കൂടി ഒന്ന് ഓർക്കണമല്ലോ. ഞാൻ അങ്ങനെ ഒരു മണ്ടത്തരമാണോ കാണിച്ചത് എന്ന ആളുകൾ പലപ്പോഴും ചോദിച്ചവരോടുള്ള ഉത്തരം കൂടിയാണ് ഞാനീ പറയുന്നത്. ഒരുപക്ഷേ ഞാൻ ആകാശവാണിയിൽ തുടർന്നിരുന്നു വരിയിൽ ഇന്ന് ഒരു സ്റ്റേഷൻ ഡയറക്ടർ പദവിയിലൊക്കെ എത്തി പെൻഷൻ പറ്റുമായിരുന്നു. നല്ല തുക പെൻഷൻ മേടിച്ചൊക്കെ നമുക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിനും അപ്പുറമുള്ള ചില സങ്കല്പങ്ങളും ചിന്തകളുമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഈ അമച്ചർ നാടകവേദിയിലേക്ക് വന്നു. മറ്റ് അമച്ചർ നാടകവേദിയിൽ ഇല്ലാത്ത ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായത്. കാരണം പല സ്ഥലങ്ങളിലും എന്നെ ക്ഷണിച്ചുകൊണ്ട് പോയി ആ ക്ലബ്ബുകളും അതുപോലെയുള്ള ആഘോഷ പരിപാടികൾക്കാരും ഒക്കെ എന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നാടകങ്ങൾ ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം വന്നു. അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയി അഭിനയിപ്പിക്കാനുണ്ടായ കാരണവും അതിന് പിന്നിലുണ്ട്. കാരണം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അതായത് കേരള സർവകലാശാല, അന്ന് ഒറ്റ സർവകലാശാലയുള്ളത്, ഞാൻ മുമ്പ് പറഞ്ഞതാണ്. ഒരു അഖില കേരള എല്ലാ വർഷവും നടത്തുന്നതാണ് അഖില കേരള നാടകോത്സവം, കോളേജുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സർവകലാശാല നാടകോത്സവം എന്നാണ് അത് അന്ന് അറിയപ്പെട്ടിരുന്നത്. ആളുകൾ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കലോത്സവമാണ് ഇത്, നാടകോത്സവം. അങ്ങനെ ഞാൻ പഠിച്ച തുരുത്തിക്കാട് BIM കോളേജിനെ പ്രതിനിധീകരിച്ച്, അന്ന് ഞാൻ അവിടെ ആർട്സ് സബ് സെക്രട്ടറിയും കൂടെയാണ്, ഒരു നാടകം യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിച്ചു. അതിന് സെലക്ഷൻ കിട്ടി. പക്ഷേ ഈ സെലക്ഷൻ കിട്ടിയെന്ന വരിയിലും കോളേജ് അധികൃതർ 5 പൈസ പോലും തരത്തില്ലെന്ന് പറഞ്ഞു ഇതിന് പോകാൻ. അങ്ങനെ ഒന്നും തരത്തില്ല. കാരണം അവർക്ക് ഒന്നും കിട്ടത്തില്ല, വെറുതെ പൈസ കളയാമെന്നുള്ളതേ ഉള്ളല്ലോ എന്നുള്ള ധാരണയായിരുന്നിരിക്കാം. ഞാൻ പ്രിൻസിപ്പലിനോട് പോയി നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞു, ഇല്ല, അതിനു വേണ്ടി ഒന്നും പൈസ കളയാൻ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് അതങ്ങ് ഒഴിവാക്ക് എന്ന് ആ രീതിയിലൊക്കെ പറഞ്ഞു. ഞാൻ എതിർത്തൊന്നും പറഞ്ഞില്ല. എൻ്റെ കൂടെ അഭിനയിക്കുന്ന 3-4 ആളുകളുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ ഈ വിവരം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു പണിയേ, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് നമുക്കങ്ങ് പോവാം, നമുക്ക് ഈ നാടകത്തോടുള്ള ആവേശവും ഒക്കെ ഉണ്ടല്ലോ. അവരും തയ്യാറായി. അങ്ങനെ തിരുവനന്തപുരത്താണ് മത്സരം നടക്കുന്നത്. അവിടെ ചെന്ന് മത്സരത്തിൽ പങ്കെടുത്തു. ഭാഗ്യമെന്ന് പറയട്ടെ, ആ നാടകത്തിന് 1-ാം സ്ഥാനം കിട്ടി. അത് തീരം എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. തീരം. തിരുവല്ല SES സ്കൂളിൽ
അധ്യാപകനായിരുന്ന സി ബാബു എന്ന് പറയുന്നയാളാണ് ആ നാടകം എഴുതിയിരുന്നത്. ആ നാടകത്തിലെ ഈ നാടക മത്സരത്തിൽ നല്ല നടനുള്ള അവാർഡും എനിക്കാണ് കിട്ടിയത്. പിറ്റേ ദിവസത്തെ പത്രത്തിൽ അന്നൊക്കെ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നാടകങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഈ യൂണിവേഴ്സിറ്റി നാടകോത്സവം കൂടിയായപ്പോൾ പത്രക്കാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഫ്രണ്ട് പേജിൽ തന്നെ ഫോട്ടോ ഉൾപ്പെടെ നല്ല നടൻ മുരളി, നല്ല നാടകം തീരം എന്നും പറഞ്ഞ് വാർത്തയും വന്നു. അപ്പോഴേക്കും നമ്മൾ വലിയൊരു ഭയങ്കര നടൻ്റെ ലെവലിലാണ് പിന്നത്തെ പുറത്തോട്ടുള്ള നടപ്പും കാര്യങ്ങളും ഒക്കെ. കാരണം അത് നിസാരമല്ല എന്നുവരെ തന്നെയും നമുക്കൊരു ആത്മാഭിമാനം തോന്നി. അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന സമയത്താണ് ഈ അമച്വർ നാടകങ്ങളിലേക്ക് വരികയും ആ നാടകങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് അങ്ങനെയാണ്. ആ ഒരു മത്സരത്തിൽ ഒരു കുഞ്ഞുകളിയല്ലല്ലോ, സംസ്ഥാന മത്സരം, യൂണിവേഴ്സിറ്റി മത്സരമാണ്, എല്ലാവരും ശ്രദ്ധിക്കും. അങ്ങനെ അതുകൊണ്ടാണ് കൂടുതൽ അമച്വർ നാടകവേദിയിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകാനുണ്ടായ ഒരു സാഹചര്യം അങ്ങനെയാണ്. അങ്ങനെ അമച്വർ നാടകവേദിയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഞാൻ അഭിനയത്തോടുള്ള വളരെയധികം ആഗ്രഹമാണ്. അങ്ങനെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഞാനൊന്ന് അപേക്ഷിച്ചു. അവിടെ അപേക്ഷിച്ചിട്ട് ഞാനന്ന് സത്യത്തിൽ സംവിധാനം പഠിക്കണം എന്നുള്ളതിനാണ് ഞാൻ അവിടെ എഴുതി കൊടുത്തിരുന്നത്. ഇൻ്റർവ്യൂവിന് വിളിച്ചു, ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. പക്ഷേ എനിക്ക് സംവിധാനത്തിന് അഡ്മിഷൻ കിട്ടിയില്ല, ആക്ടിങ്ങിനാണ് കിട്ടിയത്. എനിക്കത് വളരെ നിരാശ തോന്നി. കാരണം സംവിധാനം എന്ന് പറയാൻ വളരെയധികം പഠിക്കാനുണ്ട്. അന്നും എൻ്റെ മനസ്സിലൊരു ധാരണയുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു നടനെ നിർമ്മിക്കാൻ, ഒരാളിനെ ഒരു നടനാക്കി എടുക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും കഴിയില്ല എന്നൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ അന്നുണ്ട്, അതിപ്പോഴും ഉണ്ട്. നല്ല സംവിധായകരുടെ കൂടെ അഭിനയിക്കാൻ നമ്മൾ ഒരു 3-4 വർഷമൊക്കെ നിന്നാൽ അതിനേക്കാൾ വലിയൊരു ട്രെയിനിങ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും തരാൻ കഴിയില്ല എന്നൊരു വിശ്വാസം അന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന് പോയില്ല. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ പിന്നീട് ആഗ്രഹം ഉണ്ടായത്, ഒരു പ്രൊഫഷണൽ നാടക സമിതിയിൽ നിന്നാൽ, ഒരു നല്ല സംവിധായകൻ്റെ കൂടെ നിന്നാൽ നമുക്ക് അഭിനയത്തിൻ്റെ പല പല ഭാഗങ്ങളും മനസ്സിലാക്കാനും അഭിനയിക്കാനുള്ള പല പല തന്ത്രങ്ങളൊക്കെ പഠിച്ചെടുക്കാനും ഒക്കെ പറ്റും. അങ്ങനെ ആണ് ഞാൻ ഈ പ്രൊഫഷണൽ നാടകത്തിലേക്ക് പോകണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായത്. ഒരു നല്ല നടനായി മാറണം എന്നൊരാഗ്രഹം. അത് ഇപ്പോഴും ഞാൻ പറയും, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഒരു നടനെ ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ജന്മനാ വാസനയുള്ളവരെ ഒന്ന് പരിപോഷിപ്പിക്കാൻ പറ്റും. പക്ഷേ എന്നാലും നല്ല ഒരു സംവിധായകൻ്റെ കൂടെ നാടകം എന്ന് പറയുന്നത് ഒരു നല്ല പരിശീലനക്കളരി തന്നെയാണ്. അഭിനയിക്കാൻ ഇപ്പോഴും ആണെങ്കിൽ തന്നെയും അഭിനയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നാടകരംഗത്തു നിന്നും അതൊരു കാര്യം ഓർക്കണം, നാടകരംഗത്തു നിന്നും സിനിമയിലൊക്കെ വന്നിട്ടുള്ള ആരും തന്നെ പരാജയപ്പെട്ടിട്ടില്ല. അതേസമയം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പഠിച്ച് വന്നിട്ടുള്ള പലരും വീട്ടിലിരിക്കുക. അപ്പോൾ നാടകം രംഗമെന്ന് പറയുന്നത് ഒരു വലിയ വലിയ കലാശാലയാണ്. അവിടുന്ന് പലതും പഠിക്കാനുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല സംവിധായകരുടെ കൂടെ നിൽക്കണം എന്ന് വരി മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലങ്ങളുണ്ടാകുകയുള്ളൂ. അങ്ങനെയാണ് എനിക്ക് ഈ നാടകത്തിലേക്ക് ഒന്ന് വരണമെന്നും, അങ്ങനെ പല പല സംവിധായകരോടെ നിൽക്കുമ്പോൾ നമുക്ക് പല പല രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഈ ആലപ്പി തിയേറ്റേഴ്സിലേക്ക് പോകണം അല്ലെങ്കിൽ വരണം എന്നുള്ള ആ താല്പര്യം മനസ്സിലേക്കുണ്ടായത്. കാരണം അന്ന് കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു നാടക സംഘമായിരുന്നു ആലപ്പി തിയേറ്റേഴ്സ്. അങ്ങനെ ഞാൻ ആലപ്പി തിയേറ്റേഴ്സിൽ ജോയിൻ ചെയ്യുന്നു. അന്ന് ആദ്യത്തെ സംസ്ഥാന അവാർഡ് നാടകമായ കടലിൻ്റെ മക്കൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് എന്നെ അവിടേക്ക് വിളിക്കുന്നത്. അടുത്ത നാടകമായ മലനാടിൻ മക്കൾ എന്ന നാടകത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ, അണിയറ പ്രവർത്തനമൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ തുടങ്ങിയിട്ടുമുണ്ട്. അന്ന് എന്നോട് പറഞ്ഞു, ഈ കടലിൻ്റെ മക്കൾ നാടകം കൂടി ഒന്ന് ഇരുന്നോണം, കാരണം അതിനകത്ത് ഉടൻ തന്നെ അഭിനയിക്കേണ്ടി വരും. അന്ന് ആ നാടകത്തിൽ അഭിനയിച്ചിരുന്ന ആളാണ് ഇന്ന് അറിയപ്പെടുന്ന സൂര്യകാന്തി ഷാജി എന്ന് പറയുന്ന നടൻ. ആ സൂര്യകാന്തി ഷാജിക്ക് ആ നാടകത്തിൽ, ഈ കടലിൻ്റെ മക്കൾ നാടകത്തിൽ ബാലനടനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയിരുന്നു. അങ്ങനെ ആലപ്പി തിയേറ്റേഴ്സിന് വന്ന് മലനാടിൻ മക്കൾ എന്ന നാടകത്തിൻ്റെ
പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ആ നാടകം എഴുതിയത് ബാലൻ അയ്യമ്പള്ളി എന്ന് പറയുന്ന നാടകകൃത്താണ്. നല്ല നാടകകൃത്താണ്. ബാങ്ക് ഉദ്യോഗസ്ഥനാണ് ഈ ബാലൻ അയ്യമ്പള്ളി. അന്ന് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഇതുപോലെ നാടകത്തോടുള്ള ആവേശം മൂത്ത് നാടകരചനയിലേക്ക് ഇറങ്ങി തിരിച്ചതാണ്. അയ്യമ്പള്ളിയുടെ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പ്രൊഫഷണൽ നാടകമാണ് ഈ മലനാടിൻ മക്കളെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യത്തെ നാടകം കൊച്ചിൻ സംഘമിത്രയുടെ അധ്യായം എന്ന് പറഞ്ഞ നാടകം, ആ നാടകം എഴുതിയതിന് ശേഷമാണ് ആലപ്പി തിയേറ്റേഴ്സിലെത്തി ഈ മലനാടിൻ മക്കൾ എന്ന നാടകം എഴുതുന്നത്. ആ നാടകത്തിൻ്റെ രചന നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ട്, എഴുത്തിൽ കാര്യങ്ങളിലുമൊക്കെ. ഞങ്ങൾ തമ്മിൽ വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹബന്ധം തുടങ്ങി. അത് മരണം വരെയും ഉണ്ടായിരുന്നു. നല്ല 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 കഥകളും നല്ല നാടക സങ്കല്പങ്ങളും ഒക്കെയുള്ള ഒരാളായിരുന്നു ഈ ബാലൻ അയ്യമ്പള്ളി. അങ്ങനെ മലനാടിൻ മക്കൾ എന്ന നാടകത്തിൽ എനിക്ക് ചെറിയൊരു വേഷം, അങ്ങനെ വലിയ വേഷമൊന്നുമല്ല. അന്ന് ആ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നത്, ആലപ്പി തിയേറ്റേഴ്സിൽ അന്നത്തെ കാലത്ത് അഭിനയിച്ചിരുന്നത് കേരളത്തിലെ പ്രശസ്ത ആർട്ടിസ്റ്റുകളാണ്. അന്നത്തെ പ്രശസ്തരായ ജോസഫ് ചാക്കോ, ചങ്ങനാശ്ശേരി നടരാജൻ, കൊച്ചിൻ ആൻ്റണി, മരടി ജോസഫ്, അതുപോലെയുള്ള പൂഞ്ഞിക്കര ബാബു, അങ്ങനെയുള്ള പ്രശസ്തരായ ആർട്ടിസ്റ്റുകൾ. അതോടൊപ്പം തന്നെ ആലപ്പി തങ്കം എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, പിന്നെ ഷൈനി, പെരുമ്പാവൂരോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു വീട്, ഷൈനി, പിന്നെ ഒരു വത്സല, ആലപ്പുഴയുള്ള. ഇങ്ങനെ ഉള്ള പ്രശസ്തരായ ആളുകളായിരുന്നു ആലപ്പി തിയേറ്റേഴ്സിൽ അന്ന് അഭിനയിച്ചിരുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ടായി. ജോസഫ് ചാക്കോ, ചങ്ങനാശ്ശേരി നടരാജൻ, മരടി ജോസഫ്, കൊച്ചിൻ ആൻ്റണി എന്നൊക്കെ പറയുന്നവർ അന്ന് കത്തിജ്വലിച്ച് നിൽക്കുന്ന പഴയ പ്രതാപമുള്ള നടന്മാരാണ്. അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റിയതും അവരുടെയൊക്കെ ചില നാടകത്തോടുള്ള അഭിനിവേശം കണ്ട് നമുക്ക് ആവേശം കൊള്ളുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അവരൊക്കെ അത്രമാത്രം നാടകത്തെ സ്നേഹിക്കുന്നവരായിരുന്നു. പുതിയ തലമുറയ്ക്ക് അത്ര അങ്ങോട്ടുള്ള ഒരു ആത്മാർത്ഥത നാടകത്തോട് ഉണ്ട് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം അവരൊക്കെയും സീരിയലും സിനിമയൊക്കെ സ്വപ്നം കണ്ട് നാടകത്തിലേക്ക് വരുന്ന ആളുകളാണ് നമ്മുടെ പുതിയ തലമുറയൊക്കെ ഉള്ളത്. നാടകത്തെ ഗൗരവമായി ഉണ്ടെന്ന് എനിക്ക് വളരെ തീർത്തും ഞാൻ പറയുന്നതല്ല, ബഹുഭൂരിപക്ഷം ആളുകളും നാടകത്തെ ഒരു വിനോദോപാധിയായി മാത്രം കണ്ട് വരുന്നവരാണ് എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിത് പറയുന്നത് കൊണ്ട് ആർക്കും എന്നോട് പിണക്ക് തോന്നണ്ട, തോന്നിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ മലനാടിൻ മക്കൾ എന്ന നാടകത്തിൽ അഭിനയിക്കാൻ തുടങ്ങി. പക്ഷേ അത് വേറൊരു സംഗതി ഇവിടെ പറയാനുള്ളത്, ഞാനവിടെ ചെന്നപ്പോൾ തന്നെ അന്ന് ഈ സെയ്ത്താൻ ജോസഫ്, സംവിധാനം സെയ്ത്താൻ ജോസഫ്, ആലപ്പി തിയേറ്റേഴ്സിൻ്റെ ഓളിനോടാണ്. അദ്ദേഹത്തെ എല്ലാവരും ജോസഫ് ഏട്ടൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ എന്നോടൊരു എന്തോ ഒരു മമത അദ്ദേഹത്തിന് തോന്നിയിട്ട് ഈ ആലപ്പി തിയേറ്റേഴ്സിൻ്റെ മൊത്തം ചുമതലയും എന്നെയാണ് ഏൽപ്പിക്കുന്നത്. കാരണം ഈ ഇതിൻ്റെ നമ്മൾ നാടക സ്ഥലത്ത് ചെല്ലുന്നു, അവിടെ നിന്നുള്ള പൈസ മേടിക്കുക, ശമ്പള വിതരണം, ഇതെല്ലാം അങ്ങനെ എന്നെ ഒരു ഭയങ്കര ഒരു സഹോദരനെ പോലെ കണ്ടിട്ട് എന്തോ എന്നോടൊരു താല്പര്യം തോന്നി, ഇഷ്ടം തോന്നി. അങ്ങനെ ആണ് ആലപ്പി തിയേറ്റേഴ്സുമായിട്ടുള്ള ഒരു ബന്ധം. അന്ന് ഈ ആലപ്പി തിയേറ്റേഴ്സിൻ്റെ നൃത്ത സംവിധാനമൊക്കെ നടത്തിയിരുന്നത് അന്ന് പ്രശസ്ത സിനിമയിലെ നൃത്തം ഒക്കെ ചെയ്തിരുന്ന പാർത്ഥസാരഥി എന്ന് പറയുന്ന ഒരു നൃത്ത സംവിധായകനാണ്. അവരൊക്കെ അന്ന് മലയാള സിനിമയിൽ തന്നെ കത്തിജ്വലിച്ച് നിൽക്കുന്ന ആളുകളാണ്. സംഗീതം അർജുനൻ മാഷ്, റീമ്യൂസിക്കൊക്കെ കുമരകൻ രായപ്പൻ, ഗാനങ്ങളൊക്കെ എഴുതുന്നത് AP ഗോപാലൻ എന്ന് പറയുന്ന ഒരു ഗാനരചയിതാവുണ്ടായിരുന്നു കായംകുളത്തുള്ള അദ്ദേഹം. രംഗപടം ഒരുക്കിയിരുന്നത് അന്ന് കലാനിലയത്തിലൊക്കെ വരച്ചിരുന്ന രംഗപടം ഒരുക്കിയിരുന്ന ത്യാഗരാജൻ എന്ന് പറയുന്ന ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ മരിച്ചുപോയി, തിരുവനന്തപുരത്തുള്ള. ഇങ്ങനെയുള്ള പ്രശസ്തരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ആലപ്പി തിയേറ്റേഴ്സ് അന്ന് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അങ്ങനെ അവിടെ വെച്ച് എനിക്ക് പല പല അനുഭവങ്ങളും നാടകരംഗത്ത് വെച്ച് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ നാടകത്തിൻ്റെ
രചന ഞാൻ പറഞ്ഞല്ലോ എ പി ഗോപാലൻ മാഷായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് അന്ന് അർജുന മാഷ് ആണ് സ്ഥിരമായിട്ട് ആലപിച്ചിട്ട് മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർജുന മാഷ് വളരെ ധൃതി പിടിച്ച് മദ്രാസിൽ സിനിമയുടെ വർക്ക് നടക്കുന്ന കാരണം അദ്ദേഹത്തിന് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്കൊരു പണി ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പോയി പിന്നെ നമുക്ക് ആരെങ്കിലും ഒന്ന് നോക്കാം. അങ്ങനെയാണ് പിന്നെ അങ്ങനെയാണ് ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന സംഗീത സംവിധായകനെ പോയി കാണുന്നത്. ദക്ഷിണാമൂർത്തി മാഷ് അന്ന് സിനിമയിലും കത്തിച്ചൊലിച്ച് നിൽക്കുക. കലാനിലയത്തിൻ്റെ എല്ലാ നാടകങ്ങൾക്കും ദക്ഷിണാമൂർത്തി അദ്ദേഹമാണ്, വി ദക്ഷിണാമൂർത്തി. സിനിമയിലാണെങ്കിലും ബിഗ് സ്ക്രീനിൽ വി ദക്ഷിണാമൂർത്തി എന്ന് എഴുതി കാണിക്കുമ്പോൾ തന്നെ ആളുകൾ കൈയടിക്കുമായിരുന്നു. അങ്ങനെ ദക്ഷിണാമൂർത്തി മാഷിനെ കാണാനായിട്ട് ഞങ്ങൾ പോയി. അദ്ദേഹം എറണാകുളത്ത് അന്ന് കലാനിലയത്തിൻ്റെ നാടകം അവിടെ ക്യാമ്പ് നടക്കുകയാണ്, അവിടെയാണ് പോയത്. അവിടെ പോയി അദ്ദേഹത്തെ കണ്ടു. വളരെ പിന്നെ ഒരു സന്യാസി വര്യനെ പോലെ കഴിയുന്ന ഒരു സംഗീതജ്ഞനാണ് ദക്ഷിണാമൂർത്തി മാഷ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടാൽ തന്നെ ആദ്യമേ തന്നെ നമ്മൾ തൊഴുതു പോകും. അത്രമാത്രം ഒരു തേജസ്സുള്ള ഒരു സാധു മനുഷ്യനാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നിയ ഒരാളാണ് ദക്ഷിണാമൂർത്തി മാഷ്. നമ്മൾ വിനയത്തോട് നിൽക്കുമ്പോൾ അതിനേക്കാൾ വലിയ വിനയത്തിലാണ് നമ്മളോട് നിന്ന് സംസാരിക്കുന്നതും കാര്യങ്ങളും. അത് ഒരത്ഭുതം. ആ ദക്ഷിണാമൂർത്തി മാഷിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. പക്ഷേ അദ്ദേഹത്തിനും ഈ കലാനിലയത്തിൻ്റെ നാടകം കഴിഞ്ഞാലുടൻ തന്നെ തിരിച്ച് മദ്രാസിലേക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് എനിക്ക് തൽക്കാലം എനിക്ക് പിന്നെ ബുദ്ധിമുട്ടുണ്ട്, അല്ല പറ്റത്തില്ല എന്നൊന്നും അവരാരും തീർത്ത് പറയത്തില്ല. തൽക്കാലം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊരു ജീവിതാനുഭവമായിരുന്നു. കാരണം അതുപോലെയുള്ള വലിയ മനുഷ്യരുമായിട്ടൊന്ന് ഇടപെടാൻ, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ, ആ സാന്നിധ്യത്തിലൊന്ന് ഇരിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. അങ്ങനെ ദക്ഷിണാമൂർത്തി മാഷുമായിട്ട് ബന്ധപ്പെടാനുണ്ടായൊരു സംഭവമാണ് ഞാനിത് ഇപ്പോൾ പറഞ്ഞത്. ഇതുപോലെയുള്ള പല പല അനുഭവങ്ങളുമുണ്ട്. അതൊക്കെയും ഇനിയും അടുത്ത ഭാഗത്തിൽ ഞാൻ വിശദീകരിക്കാം. അപ്പം ഈ 3-ാം ഭാഗം കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. നന്ദി, നമസ്കാരം.